ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ നോമ്പിൻ്റെ ഒരാഴ്ച മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള മടികൊണ്ടും അങ്ങനെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇപ്പോഴാണ് നോമ്പിനാണ് നമ്മളിപ്പോൾ ഇതൊന്ന് എഡിറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളെ വയനാട്ടിൽ ഫേമസ് ആയിട്ടില്ല പോത്തുംകാലുണ്ടല്ലോ, അപ്പോൾ അത് നമ്മൾ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഷോപ്പിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ അവർ നല്ലോണം കട്ട് ചെയ്ത് കണ്ട് നമുക്ക് തരും കേട്ടോ. അപ്പം നമുക്ക് വീട്ടിൽ വന്ന് കണ്ട് നല്ലോണം കഴുകി വൃത്തിയാക്കാനുള്ളൂ. അങ്ങനെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മളൊരു കുടുക്കിക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ കുടുക്കിക്ക് ഇട്ടിട്ട് നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും അതേപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കണ്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് എന്നിട്ട് നമ്മളിത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 തക്കാളി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ലിയ അങ്ങനെ ഓള് ഞാൻ വ്ളോഗ് ചെയ്തോളാം ഇറങ്ങാണ്ട് ഓൾ ഇങ്ങനെ പറയുന്നിട്ടത് വയനാട്ടിലെ സ്പെഷ്യലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. ഞാൻ അതൊന്നും വീഡിയോയിൽ ഇതാക്കിയിട്ടില്ല. ഓൾ എന്തൊക്കെയോ പറയണം, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ അങ്ങനെ അത് നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ അത് വേവല്ല ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് അടുപ്പത്ത് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. ഒരു 5-6 മണിക്കൂർ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. എന്നാലേ നമുക്കത് നല്ലോണം അങ്ങോട്ട് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇത് വയനാട്ടിലെല്ലാവരും ഇത് നമ്മൾ വയനാട്ടിൽ പോയിക്കാണ്ട് തിന്നുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം പറഞ്ഞാണ്ട് അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത് തിന്നാൻ. അങ്ങനെ ഫൈനലി നമ്മളത് അടുപ്പത്ത് വെച്ചിട്ടിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അത് ലാസ്റ്റ് നമുക്കത് വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഗ്രേവി അവിടെ തന്നെ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ എല്ലുകളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഗ്രേവി അവിടെ വെച്ചിട്ട് പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 3-4 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഇങ്ങോട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം വഴറ്റി കൊടുക്കുക. നല്ലോണം വഴറ്റി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പച്ചമണമൊക്കെ പോകുന്നത് വരെ നമ്മളൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മളതിലേക്ക് തക്കാളി അങ്ങനെ ഇടല്ല കേട്ടോ. തക്കാളി നമ്മളത് ജ്യൂസ് ആയിക്കാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല എരിവ് ഉണ്ടായാലാണ് ഇത് നല്ലൊരു ടേസ്റ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ചെറിയ കഷ്ണം പട്ടൻ്റെ കഷ്ണമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നാലും അത് ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മാറ്റി വെച്ച ഗ്രേവി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. നല്ലോണം ഒഴിച്ച് കൊടുത്തിട്ട് അത് നല്ല തിളച്ച് വരുന്നുണ്ട് കേട്ടോ. ആ തിളച്ച് വരുമ്പോൾ നമ്മളത് അതിലേക്ക് ആ എല്ലുകളുണ്ടല്ലോ ആ മാറ്റി വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് അങ്ങനെ നല്ലോണം മിക്സാക്കി കൊടുത്തിട്ട് ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആദ്യം ആ എല്ലും കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലേക്ക് ഈ ഗ്രേവി നല്ലോണം ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ ഫൈനലി നമ്മളെ വയനാട്ടിലെ ഫേമസ് ആയിട്ടുള്ള പോത്തുംകാല് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് തിന്നാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മസാല ആക്കിക്കാണ്ട് ഉണ്ടാക്കുക, അല്ലാതെ സൂപ്പ് പോലെ ഇത് ഉണ്ടാക്കാം കേട്ടോ.